ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഹോസ്പിറ്റൽ ഡേ ആണ്. കുഞ്ഞിന് കൗണ്ട് കുറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഒരാഴ്ച കൊണ്ട് പനി ഉണ്ടായിരുന്നപ്പം കുഴപ്പമില്ലെന്ന് വിചാരിച്ച് വീട്ടിലിരുന്ന മരുന്നൊക്കെ കൊടുത്തുകൊണ്ടിരുന്നായിരുന്നു. പെട്ടെന്നാണ് കൗണ്ട് കുറഞ്ഞ് ആഹാരമൊന്നും കഴിക്കാതായി. നല്ല ക്ഷീണമായതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പം ബ്ലഡ് ചെക്ക് ചെയ്ത് അപ്പോൾ കൗണ്ട് കുറവും ഇൻഫ്ലുവൻസ പോസിറ്റീവും ആയിരുന്നു. അപ്പോൾ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞ് അങ്ങനെ അഡ്മിറ്റായി ഞങ്ങൾ. ആകെ മൊത്തത്തിൽ ഒരു ക്ഷീണമായിരുന്നു. ഹോസ്പിറ്റൽ ഡേയെക്കുറിച്ച് അറിയാമല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൂടെ വയ്യാതാവുമ്പോഴാണ് നമുക്ക് തീരെ വയ്യാതാവുന്നത്. അപ്പോൾ ഇഞ്ചക്ഷനും മരുന്നും ഒക്കെ കഴിക്കാൻ ഇച്ചിരി മടിയുള്ള ആളാണ്. എന്തോ ഈ നേഴ്സിനെ ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കണം ട്രിപ്പ് ഇടാൻ നേരത്തെ ഒന്നും പറഞ്ഞില്ല, അനങ്ങാതങ്ങ് ഇരുന്ന ആൾ. ഇന്നലെ ജോലിയും കഴിഞ്ഞ് നേരെ ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറെ കാണാൻ വന്നതാണ്. അങ്ങനെ അഡ്മിറ്റാക്കി. അപ്പോൾ ഒരു ദിവസം ഫുള്ള് ഫ്രഷ് ആവാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ വീട്ടിൽ പോയി ഫ്രഷായി രാത്രി കഴിക്കാനുള്ള ഫുഡും എടുത്തിട്ട് പിന്നെ കുഞ്ഞിൻ്റെ ഒരു ജ്യൂസ് വാങ്ങണമായിരുന്നു. അപ്പോൾ കടകൾ മൊത്തം കയറി ഇറങ്ങി എങ്ങും കിട്ടിയില്ല. അവസാനം ഞങ്ങൾ മോറിൻ്റെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം കിട്ടിയായിരുന്നേ. വി നാച്ചുറലിൻ്റെ പോമഗ്രാനൈറ്റിൻ്റെ ചോദിച്ചത്, പക്ഷേ റിയൽ ഫ്രൂട്ടിൻ്റെ മിക്സഡ് ഫ്രൂട്ടാണ് കിട്ടിയത്. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്ന് ഞങ്ങൾ അഡ്മിറ്റായിരിക്കുന്ന വിജയ ഹോസ്പിറ്റലിലാണ്, കൊട്ടാരക്കര. നല്ല സൗകര്യമുള്ള ഹോസ്പിറ്റലാണ്. പിന്നെ നമുക്ക് എന്ത് ആവശ്യത്തിനും ഇപ്പോഴും നേഴ്സുമാരും ഡോക്ടർമാരും എല്ലാം കാണും, കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങ് പോയി. പിന്നെ ഞങ്ങൾ ചോറും കൊണ്ട് തിരിച്ച് റൂമിൽ ചെന്ന്. അപ്പം വീട്ടിൽ നിന്നേ വിളിച്ചായിരുന്നു. നേഴ്സ് വന്നപ്പോൾ ആവി പിടിക്കാനോ ഇഞ്ചക്ഷൻ എടുക്കാനോ ഒന്നും സമ്മതിക്കാതെ കിടക്കുക കേട്ടോ. ആൾക്ക് ഇച്ചിരി ക്ഷീണമുണ്ട് നല്ലതുപോലെ. കൗണ്ട് കുറഞ്ഞുകൊണ്ട് ഫുഡൊന്നും അങ്ങനെ എടുക്കുന്നില്ല. അങ്ങനെ സിസ്റ്ററിനെ ഞാൻ വിളിച്ച് ആവി പിടിക്കാനിരുത്തി. പിന്നെ ഒന്നും വേണ്ട, പിന്നെ ആകെ ഇഷ്ടം ആപ്പിൾ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ആപ്പിൾ വാങ്ങിച്ച് അത് ചെത്തി കൊടുക്കും അമ്മ. പിന്നെ ഒരു കിവി ചെത്തി, പക്ഷെ അവന് വേണ്ട, അവന് ആപ്പിൾ മാത്രം മതി. അവൻ ആപ്പിൾ മാത്രമേ കഴിച്ചുള്ളൂ. ഒന്ന് ഇച്ചിരി ഉഷാറായപ്പം നേരെ അച്ഛൻ്റെ അടുത്ത് വഴക്ക് തുടങ്ങി. ഓരോ ആവശ്യങ്ങൾ പറഞ്ഞു തുടങ്ങി. ബിരിയാണി വേണം, പിന്നെ എന്തെങ്കിലും കഴിക്കാൻ വേറെ എന്തെങ്കിലും വേണം, ജ്യൂസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ്റെ കൂടെ വഴക്കിന് നിൽക്കുവാണേ. ഇപ്പോഴത്തെ പനി നിസ്സാരമായിട്ട് കാണാതെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുക, ബ്ലഡ് ചെക്ക് ചെയ്യുക.